ഈ സൗജന്യയാത്ര പ്രഖ്യാപനത്തെ ആ നിലയിൽ തന്നെയാണ് ആളുകൾ കാണുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. സാധാരണ നിലയിൽ സൗജന്യം എന്നൊക്കെയുള്ള പ്രഖ്യാപനം വരുമ്പോൾ അതിനെ കൂട്ടത്തോടെ ഏറ്റെടുക്കുകയാണ് പതിവ്. പക്ഷേ KSRTCക്ക് ഉണ്ടാകുന്ന വലിയ നഷ്ടമടക്കം അതിൽ ജനങ്ങൾ വലിയ നിലയിൽ ബോധവാന്മാരാണ് എന്നുള്ളത് കൂടി അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് കാണുകയാണ്. വലിയ പരിമിതികളുണ്ട്, പക്ഷേ അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനാകും ഈ ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രയിലൂടെ എന്ന് പ്രതികരിക്കുന്നുണ്ട് യാത്രികരൊക്കെ. അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ക്ലാസ്സിനൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനത്തെ സൗജന്യയാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹെൽപ്പായിരിക്കും. സൗജന്യയാത്ര ആവശ്യക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അഭിപ്രായം. പക്ഷേ നിലവിൽ റൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് സൗജന്യം ഏർപ്പെടുത്തുമ്പം എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഇലക്ഷൻ ഗിമ്മിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സൗജന്യയാത്ര എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് പറയാൻ പ്രയാസം തന്നെ. നല്ല തീരുമാനമാണ്. പക്ഷേ നമ്മൾ KSRTC ഇപ്പോൾ കാലങ്ങളായിട്ട് നന്നായിട്ട് ഒരു ലാഭത്തിലേക്ക്, മുമ്പുണ്ടായിരുന്ന നഷ്ടം എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ലാഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയും കൂടെ നോക്കിയിട്ട് ആവായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.